വിഴിഞ്ഞം അദാനി പോർട്ട് ട്രസ്റ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ ആഗോള കപ്പൽ ഭീമൻ കമ്പനി MSCക്ക് കൈമാറുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്തയച്ചു. വി.ഡി. സതീശൻ സർക്കാരിന്റെ ദുരൂഹമായ നിലപാടുകളാണ് ഇത്തരമൊരു നിയമലംഘനം നടത്താൻ അദാനിക്ക് ധൈര്യം നൽകുന്നതെന്ന് പിണറായി പറഞ്ഞു. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആഗോള കപ്പൽ ഭീമൻ കമ്പനിയായ MSCക്ക് കൈമാറിയതിൽ യാതൊരു നടപടിയും ഇതുവരെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഓഹരി കൈമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സെബിക്ക് കത്തയച്ചത്. വസ്തുത പരിശോധിച്ചാൽ ഈ സെബി അധികാരികൾക്ക് മുൻപാകെയും കാര്യങ്ങൾ സുതാര്യമായി അറിയിച്ചിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ പൊതു താൽപ്പര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും ഇന്നലെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി കാണുന്നില്ല. ആവശ്യമായ ജാഗ്രതയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇത്രയും വലിയ ഒരു നിയമലംഘനം നടത്താൻ അദാനിക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്ന് പിണറായി വിജയൻ ചോദിച്ചു. ഒന്ന്, തുറമുഖം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആ മന്ത്രി കാണണം. പിന്നെ നിയമവകുപ്പ് ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ നിയമമന്ത്രി കാണണം. ചില ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ടാവും. ഇപ്പോൾ ധനകാര്യമന്ത്രി കാണണം. ഇവിടെയുള്ളൊരു പ്രത്യേകത ഇതെല്ലാം ഒരാളാണെന്നുള്ളതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പോർട്ടും നിയമവും ധനകാര്യവും എല്ലാം മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുക. ഏതെങ്കിലും ഒരു കമ്പനി, ഇതുപോലൊരു പ്രധാനപ്പെട്ട കമ്പനി ഇത്രയും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടും? ആ ധൈര്യം എവിടുന്ന് കിട്ടി? ആ ധൈര്യം എങ്ങനെ കിട്ടി എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തണം. അദാനിയുടെ ഓഹരി കൈമാറ്റത്തിനെതിരെ KC വേണുഗോപാൽ രംഗത്ത് വന്നു. പക്ഷേ ഇതിന് വിരുദ്ധമായ നിലപാടാണ് കേരള സർക്കാരിൻ്റേത്. അദാനി മോദി കൂട്ടുകെട്ടിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായി പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലുള്ള വാക്കുകളും ഇങ്ങനെ തന്നെയായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരസ്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രീ വേണുഗോപാൽ വ്യക്തമാക്കി, അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അദാനിക്ക് അപ്രമാദിത്വമുള്ളത്. അവിടെ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ അദാനിക്ക് തോന്നിയ പോലെ ചെയ്യാൻ കഴിയും എന്നാണ് ശ്രീ വേണുഗോപാൽ സൂചിപ്പിച്ചത്. അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാർ ദിവ്യ S. അയ്യരെ വിഴിഞ്ഞം പദ്ധതിയുടെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ നൽകിയ മറുപടി ഇങ്ങനെ: അത് അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ചില നടപടികൾക്ക് അനുകൂലമായ നിലപാട് എടുത്തു കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയായിരുന്നു. അതിനവർ നിന്നിട്ടില്ല. നല്ല ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കിയിരുന്നു. അത്രത്തോളേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ ബാക്കി പിന്നീട് പറയാം. കൈരളി ന്യൂസ്, കണ്ണൂർ.